ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഇക്വേഷൻ ഡ്രിവൺ കർവ്സ്, അതായത് ഇക്വേഷൻ ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് കർവ് വരക്കാം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഞാൻ ആദ്യം പാർട്സ് എടുത്തു, ഫ്രണ്ട് പ്ലെയിൻ എടുത്തു. അപ്പോൾ ഞാൻ സ്പ്ലൈൻ എടുത്തപ്പം നിങ്ങളോട് പറഞ്ഞു കാണുമെന്ന് വിശ്വസിക്കുന്നു. അതായത് ഇത് രണ്ടും എടുത്തിട്ട് ഇതെനിക്കറിയില്ല എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ആ ടൈം എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ടൈം ഇതിനെപ്പറ്റി ക്ലാസ് എടുക്കാതിരുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പം ഇതിനെപ്പറ്റി പറയാം. ഇക്വേഷൻ ഡ്രിവൺ കർവ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ രണ്ട് ഓപ്ഷൻസ് കാണാം. ഇത് രണ്ട് ഇക്വേഷൻ ടൈപ്പാണ്, എക്സ്പ്ലിസിറ്റും ഒന്ന് പാരാമെട്രിക്കും. അപ്പോൾ എക്സ്പ്ലിസിറ്റ് എന്ന് പറയുമ്പോൾ y = എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഇക്വേഷൻ, y = എന്നുള്ള ഇക്വേഷൻ. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ലൈൻ എടുക്കുകയാണെങ്കിൽ y = mx + c അതാണല്ലോ ഇക്വേഷൻ വരുന്നത്. അപ്പോൾ ഞാനിപ്പം ഇക്വേഷൻ കൊടുക്കാൻ പോവാണ്. y = 5 × x + 6 എന്ന് കൊടുത്തു. എന്നിട്ട് ഞാൻ ഇതിൻ്റെ എക്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0 to 5 കൊടുത്തു. എൻ്റർ അടിക്കുമ്പോൾ ഇവിടെ നമ്മളൊരു ലൈൻ വന്നിട്ടുണ്ട്. ഇത് ശരി കൊടുക്കുമ്പോൾ ആ ലൈൻ പുറത്തേക്ക് ഷോട്ട്. ഈ ലൈനാണ് നമ്മൾ ഇക്വേഷൻ വെച്ചിട്ട് വരച്ചത്. അപ്പോൾ ഇതാണ് നമ്മൾ ഇക്വേഷൻ വെച്ചിട്ട് വരച്ചത്. ഇനിയിപ്പം നമുക്ക് സർക്കിളിൽ നോക്കാം. അപ്പോൾ ഇക്വേഷൻ എടുത്തു, അതായത് പാരാമെട്രിക് വെച്ചിട്ടുള്ളത്. പാരാമെട്രിക് എന്ന് വെച്ചാൽ നമ്മൾ പാരാമീറ്റർ കൊടുത്തോണ്ടുള്ള ഇക്വേഷനാണ്. അപ്പോൾ കർവാണ് നമ്മളിപ്പോൾ വരക്കാൻ പോകുന്നത്, ഒരു ആർക്ക് അല്ലേ, ഒരു കർവ്. അപ്പോൾ അങ്ങനെ ഒരു കർവ് വരക്കണമെങ്കിൽ നമുക്ക് സർക്കിളിൻ്റെ ഇക്വേഷനാണ് പൊതുവെ യൂസ് ചെയ്യുക. അപ്പോൾ സർക്കിളിൻ്റെ ഇക്വേഷൻ എന്താ? x = r cos θ, അതായത് y = r sin θ. ഞാൻ കൊടുക്കാൻ പോവാണ് x = എന്ന് പറയുന്നത് 5 × 5 എന്ന് പറഞ്ഞാൽ 6 × cos t. അതേപോലെ തന്നെ y = 5 × sin t. എന്നിട്ട് ഞാൻ ടീൻ്റെ പാരാമീറ്റർ 0 5 വരെ കൊടുത്തു. കണ്ടോ, ഇവിടെ ഒരു കർവ് ഫോം ചെയ്തിട്ടുണ്ടോ? ഇതാണ് നമ്മളിപ്പോൾ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് വരച്ച കർവ്. അപ്പോൾ ഗൈസ്, ഇത്രയേ ഉള്ളൂ ഇക്വേഷൻ ഡ്രിവൺ. അപ്പോൾ നമുക്ക് ഒരു ലൈനിൻ്റെയോ അല്ലെങ്കിൽ ഒരു കർവിൻ്റെ ഇക്വേഷൻ അറിയാമെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ്റെ പാരാമീറ്റർ കൊടുത്തുകൊണ്ട് നമുക്ക് ആ കർവ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിനാണ് നമ്മൾ ആ ടൂൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടതെന്ന് തോന്നുന്നു. ഈ വീഡിയോ കണ്ടതിന് നന്ദി. അപ്പോൾ നിങ്ങളോട് എപ്പോഴും പറയുന്നതാണ്, കമൻറ്റ് ചെയ്യുക, എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്തണമെങ്കിൽ അത് പറയുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയുക. ഞാൻ എന്തായാലും ഒരു ക്വസ്റ്റ്യനർ വീഡിയോ ചെയ്യുന്നതായിരിക്കും ഇതിൻ്റെ ഡൗട്ട് ക്ലിയറൻസിൻ്റെ. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ആ ഡൗട്ടൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റും. അപ്പോൾ